ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ക്രാഫ്റ്റർ ആണ് ചെയ്യുന്നത്. അപ്പോൾ മോൻ ഉറങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും മോൻ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പോയി പ്രിൻ്ററൊക്കെ ഓണാക്കി സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. പക്ഷേ പിന്നെയാണ് ഓർമ്മ വന്നത് ഞാൻ ഈ കാർഡിനുള്ള സംഭവങ്ങളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഏതായാലും പ്രിൻ്റർ ഓൺ ചെയ്ത് വെക്കാം. ഞാൻ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ ഈ iPhoto എന്ന് പറഞ്ഞ ഇതിൻ്റെ 180 GSM വരുന്ന ഫോട്ടോ പേപ്പറാണ്. ഇന്ന് ഒരു സ്നോൻ്റെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൂ. പിന്നെ ഒരു വിൻറ്റേജ് ആണുള്ളത്. വിൻറ്റേജ് ഷൂട്ട് ചെയ്യേണ്ടതിന് ഒരു ഇതായിട്ടില്ല, കാരണം മഴ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഔട്ട്ഡോറിൽ ചെയ്യാൻ പറഞ്ഞിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇത് ഹസ്ബൻഡ് കുറച്ച് സാധനങ്ങൾ സ്നോൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് കൊടുന്ന കുറച്ച് സാധനങ്ങളാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതൊന്നും കൂടി സെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് ഇതിനുള്ള ബാക്ക് ഡ്രോപ്പാണ്. പിന്നെ 2 സ്നോ സ്പ്രേ ഉണ്ട്. സ്നോ സ്പ്രേ ഇതിൽ 2 മതി, കാരണം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൂ. പിന്നെ 2 റെഡ് റോസ് ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ളത്. അതും നമുക്ക് സ്നോൻ്റെ വീഡിയോയിൽ യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ കുറച്ച് ക്യാൻഡിൽസ് ആണുള്ളത്. ആ ക്യാൻഡിൽസ് പിന്നെ വിൻറ്റേജിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഷൂട്ട് നടക്കുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഏകദേശം കുറച്ച് സെറ്റിങ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സേവ് ദ ഡേറ്റിൻ്റെ കാർഡ്സിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു നോട്ടിൽ എഴുതി വെച്ചതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്യാറ് നോർമൽ. അപ്പോൾ ഫസ്റ്റ് ക്യാൻവ ഓപ്പൺ ചെയ്യുക. പിന്നെ ഞാനിത് ഓൾറെഡി ഇതിൻ്റെ ടെംപ്ലേറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സ്നോക്ക് നോർമലി യൂസ് ചെയ്യുന്ന കാർഡ്സിൻ്റെ ടെംപ്ലേറ്റ്. ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മിനിമലായിട്ട് ചെയ്യുന്ന കാർഡാണ് സ്നോക്ക് യൂസ് ചെയ്യുക. സ്നോക്ക് വൈറ്റ് കാർഡാവും കൂടുതൽ മാച്ചാവുക. അപ്പോൾ അതിൽ ജസ്റ്റ് നെയിമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. പിന്നെ ഇതിപ്പോൾ നിക്കാഹ് സെറിമണിയാണ്. അപ്പോൾ വെഡ്ഡിങ് സെറിമണി ഉള്ളിടത്ത് നിക്കാഹ് സെറിമണി എന്നാക്കി കൊടുക്കും. പിന്നെ ഡേറ്റ് ഉള്ളിടത്ത് ഡേറ്റ് മാറ്റും. പിന്നെ വെന്യൂ മാറ്റും. അത്രയൊക്കെ ചെയ്യലുള്ളൂ. പിന്നെ കസ്റ്റമർ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഇങ്ങനെ ഈ ഒരു കാർഡും കൂടി എക്സ്ട്രാ വേണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി കാർഡ്സിൻ്റെ എണ്ണൊക്കെ കൂട്ടും. പിന്നെ ബാക്ക് ഡ്രോപ്പിലായിട്ട് എന്ത് ചെയ്യും, അവരുടെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൊടുക്കലുണ്ട്. അത് ഇതേപോലെ ഗോൾഡൻ കളറിൽ ആ ഫസ്റ്റ് ലെറ്ററും കൊടുക്കും. എന്നിട്ട് ഇത് സേവ് ചെയ്യും. ഇത് ഞാൻ മെയിൻ കാർഡ് A5 സെറ്റ് ചെയ്യുക. A5 കൊടുത്തിട്ട് A5 പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ആ സെയിം പേപ്പർ തന്നെ വെച്ചിട്ട് അതിൽ ആ ലെറ്റേഴ്സും പ്രിൻ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് വേസ്റ്റേജ് കുറക്കാം. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അവിടെ ആകുമ്പോൾ കുറച്ച് ലൈറ്റൊക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ഥലത്തും ലൈറ്റ് കുറവ് തന്നെയാണ്, പക്ഷെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് ഡ്രോപ്പ്. ഈ ബാക്ക് ഡ്രോപ്പ് ഒരു പിക്ചർ സെൻട്രലായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ 2 A3 പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് പോർഷനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അത് ഈ ബാക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഈ ഫ്രെയിം ഡ്രൈ ഫ്ലവർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മൾ കപ്പിൾസിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെക്കുന്നത്. ഇത് റെഡ് റോസ് കട്ട് ചെയ്യാണ്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ഒരു മിനിയേച്ചർ സെറ്റപ്പാണ് ഉണ്ടാക്കേണ്ടത് സ്റ്റേജിൻ്റെ. അപ്പോൾ അതിലിങ്ങനെ വലിയ ഇതിലിടുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഇതെല്ലതും നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സെറ്റിങ്സൊക്കെ. ബാക്കി ഷൂട്ടിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഇനി നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. പർച്ചേസിനായിട്ട് കോട്ടക്കലിലേക്കാണ് പോവുക. അപ്പോൾ കോട്ടക്കലിലുള്ള ലാഫിയറ്റ്, ഡെക്കോറ ഇൻ അങ്ങനത്തെ കുറച്ച് ഷോപ്പിൽ നിന്നാണ് ക്രാഫ്റ്ററി ഐറ്റംസൊക്കെ വാങ്ങാം. പിന്നെ ഹാമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് KMTയിൽ പോയിട്ട് അവിടുന്ന് ഒരു കസ്റ്റമറിനുള്ള പർദ്ദ വാങ്ങാണ്ട്, പിന്നെ ഒരു ബേബി ഹാമ്പറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാണ്ട് നമ്മൾ KMTയിലാണുള്ളത്. പർദ്ദ വാങ്ങിക്കഴിഞ്ഞു. 2 പർദ്ദ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ 2 പർദ്ദ വാങ്ങി നമ്മൾ ബേബിക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു നോർമൽ കാഷ്വൽ വെയർ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. കുറേ നമ്മൾ പിക്കൊക്കെ അയച്ചെടുത്ത് അതിന് അവർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അത് ഷർട്ടായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് അവർക്ക് പിക്ക് അയച്ചെടുത്തിട്ട് അവർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഹാമ്പറിനുള്ള. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബോക്സും പിന്നെ അതിൻ്റെ
കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്, ചോക്ലേറ്റൊക്കെ. നെക്സ്റ്റ് ബ്ലൂബെറിയിലാണ് പോയത്. ഇവിടെ നിന്നാണ് ഞാൻ ബോക്സ് ഇപ്പോൾ കുറച്ചായിട്ട് വാങ്ങൽ. ഇവിടെ അഫോർഡബിൾ പ്രൈസ് ആണെന്ന് തോന്നി എനിക്ക്. പിന്നെ ഹാമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സും വാങ്ങി. ഇവിടുന്ന് ഈ ബ്ലാക്ക് ബോക്സാണ് എടുത്തത് ഒരു ഹാമ്പറിന് വേണ്ടിയിട്ട്. പിന്നെ നേരെ എജു ഹബിലാണ് പോയത്. എജു ഹബിൽ നിന്ന് റെസിന് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് പിഗ്മെൻ്റ് എടുത്തു. റെസിനും അതിലേക്ക് വേണ്ട സ്റ്റാൻഡും പിന്നെ ഒരു ഫ്രെയിമും ഒക്കെ എടുത്തത് ഡെക്കോറ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. അത് സ്മാർട്ട് ട്രേഡ് സിറ്റിയിലാണ്, കോട്ടക്കൽ. അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തത്. ഒരു റൗണ്ട് ബോക്സൊക്കെ എടുത്തു ഹാമ്പറിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഒരു ടോയ് എടുത്തു. അതൊക്കെ അവിടെ നിന്നാണ് എടുത്തത്. പക്ഷെ അതിൻ്റെ ഒന്നും ഫുട്ടേജ് ഇല്ല. ഈ പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 1000 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് എടുക്കാനുള്ളത് നിൽക്കാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കാനുണ്ട്. അത് നോർമലി നമ്മൾ പരാഗെന്നാണ് എടുക്കൽ. അപ്പോൾ ഇവിടെ നല്ല കളക്ഷനും ഉണ്ട്. എല്ലാത്തിനും റേറ്റ് കുറവാണ് മീറ്ററിന്. അപ്പോൾ ഈ ഒരു വൈറ്റ് ക്ലോത്താണ് എടുക്കാനുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു നിക്കാഹിനാമൻ്റെ മോഡൽ, സെയിം മോഡൽ ചെയ്യാനായിരുന്നു. അപ്പോൾ ആ ക്ലോത്ത് തന്നെ എടുത്തു. ഇതിന് മീറ്ററിന് 200 വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ലേസ് നമ്മൾ നിക്കാഹിനാമൻ്റെ പെന്നിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഈ ഫ്ലവർ വരുന്നതായിരുന്നു എനിക്കും ഇഷ്ടമായത്. പക്ഷേ അത് മീറ്റർ കുറവായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ തന്നെയാണ് എടുത്തത്. അപ്പോൾ പർച്ചേസൊക്കെ ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കുറേ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബാഗ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. പർച്ചേസൊക്കെ കഴിഞ്ഞ് വീച്ചിന്ന് ഒരു അവിൽ മിൽക്കും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ മോനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി അവൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ.